तिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांद नमोस्तुते सप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमो आचार्यपादाय निताय कृपा प्रदायिने गौरकथामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ഇന്ന് നമ്മള് അഭിരാം ഗോപാല ഠാക്കുറെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിസയർ ട്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ മെയിൻ ബ്രാഞ്ചാണ് അഭിരാം ഗോപാല ഠാക്കൂർ. അപ്പൊ ഇന്നു മുതല് ഒരു 2-3 ക്ലാസ്സുകളിൽ പറയുന്നവരുടെ പേരുകൾ നിങ്ങൾ എഴുതി വെക്കണം. 1, 2, 3 ഇട്ട ഓർഡറിൽ എഴുതി വെക്കണം. അപ്പം എഴുതുന്നത് അഭിരാം ഗോപാല ഠാക്കൂർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇദ്ദേഹം ആരാണ് എന്ന് പറയുമ്പോൾ അതും കൂടി എഴുതി വെക്കണം. ഇദ്ദേഹം വ്രജലീലയിൽ, അതായത് വൃന്ദാവന ലീലകളിലെ കൃഷ്ണ ബലരാമിന്റെ അടുത്ത അനുയായിയായിരുന്ന ശ്രീദാമയാണ് അഭിരാം ഗോപാലദാസ് ഠാക്കൂർ. അപ്പൊ എഴുതേണ്ടത് അഭിരാം ഗോപാലദാസ് ഠാക്കൂർ എന്ന് എഴുതി ഹൈഫൻ ഇട്ടിട്ട് ശ്രീദാമ. അങ്ങനെ ഇനിയും 2-3 ക്ലാസ്സുകളിൽ പറയുന്നവരുടെ പേരുകൾ 1, 2, 3 ഇട്ട് എഴുതണം. ശ്രീദാമയാണോ ശ്രീധാമയാണോ? ദാമ ദാമ. ശ്രീദാമ. ആ ഇദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ഡിവോഷന്റെ ആവേശ അവതാരം എന്ന് തന്നെ പറയാം അഭിരാം ഗോപാല ഠാക്കൂർ. ഇദ്ദേഹത്തിന് എല്ലാവർക്കും ഭയമായിരുന്നു. അഭക്തര്, അതായത് നിരാകാരവാദികള്, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര്, നിരീശ്വരവാദികൾ, ഇവരൊക്കെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുമായിരുന്നു. അതുപോലെ അഭിരാം ഗോപാല ആരെങ്കിലും വണങ്ങിയാല് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ശുദ്ധ ഭക്തി ഇല്ലെങ്കിൽ അവരപ്പോഴേ അവിടെ മരിച്ചു വീഴും. അതുപോലെ തന്നെ
അദ്ദേഹം ഏതെങ്കിലും ശിലകളിലെ മൂർത്തികളെ നമസ്കരിക്കുമ്പോൾ അത് സാളഗ്രാമ ശില അല്ലെങ്കിൽ ആ ശില പൊട്ടിത്തെറിക്കുമായിരുന്നു. അത്രയ്ക്കായിരുന്നു അഭിരാം ഗോപാല ഠാക്കൂറിന്റെ ആ ഭക്തി എന്ന് പറയുന്ന ഡിവോഷന്റെ ആ പവർ പൊട്ടൻസി അത്രയ്ക്കായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വിമർശകർക്ക്, എത്തിസ്റ്റ്, നിരീശ്വരവാദികൾക്കൊക്കെ വളരെ ഭയമായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിനെ പറ്റി ധാരാളം രസകരമായിട്ടുള്ള ലീലകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പത്നി മാലിനി ദേവിയാണ്. മാലിനി ദേവിയും അഭിരാം ഗോപാൽ ഠാക്കൂറിന്റെ വിസ്തരണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശക്തിയുടെ മൂർത്തിമത് രൂപമാണ് മാലിനി ദേവി. അപ്പൊ വൃന്ദാവനത്തിലെ കൃഷ്ണ ബലരാമന്മാരെ ഇവരെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഇവരെ ഗോവർദ്ധന പർവ്വതത്തിലും പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിലുമാണ് ഇവരെ പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ കൊണ്ട് മേയ്ക്കാൻ പോവുക. അപ്പൊ ഇവരെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ട് ഇവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവരവിടെ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടും. പിന്നെ കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിക്കുക. കാരണം ഗോവർദ്ധന പർവ്വതത്തില് ധാരാളം ഗുഹകളുണ്ട്, അവിടെയൊക്കെ ഇവരെ ഒളിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ മറ്റു ഗുസ്തി പിടിക്കുക, പിന്നെ ഓടി തൊടുക, ഇങ്ങനെയൊക്കെയുള്ള കളികളിൽ ഇവരെ ഏർപ്പെടും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവരെ ഒളിച്ചു കളിച്ച് എല്ലാവരും ആ പർവ്വതത്തിലുള്ള ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്നു. അപ്പം അഭിരാം ഠാക്കൂറും ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരുന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ എല്ലാവരും പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ കൊണ്ട് തിരിച്ച് വീടുകളിലേക്ക് പോയി. ആരും അഭിരാം ഗോപാലിന്റെ കാര്യം ഓർത്തില്ല. അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയാണ്. കൃഷ്ണനും ബലരാമനും അവർക്കറിയാം ഇതൊരു ലീല നടത്തണം കലിയുഗത്തില്, അതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അവര് ഓർക്കാതിരിക്കില്ല. പക്ഷെ എല്ലാവരും മറന്നു, ആരുമേ ചിന്തിച്ചില്ല. അത് ഭഗവാന്റെ ലീല തന്നെയാണ്, അത് എല്ലാവരെ കൊണ്ട് അവരെ മറപ്പിച്ചത്. അപ്പൊ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നില്ല. ഭഗവാന്റെ ആ കൃഷ്ണന്റെ ലീലകൾ ഇങ്ങനെ തന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അവിടെ കിടന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗമായി. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. ഇതൊന്നും അറിയുന്നില്ല ശ്രീദാമ അവിടെ കണ്ണുമടച്ച് ഉറക്കത്തിലെ ഈ ലീലകളെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു നവദ്വീപില് അവതരിച്ചു. അദ്ദേഹം ഒരു ദിവസം സന്യാസ ദീക്ഷ എടുത്തു. അതിനുശേഷം നിത്യാനന്ദ പ്രഭുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശ്രീദാമയെ കാണണം, വല്ലാതെ ഞാന് ആ വിരഹ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ശ്രീദാമ ഇപ്പോഴും വൃന്ദാവനത്തിലെ ഗോവർദ്ധനത്തിലെ ഒരു ഗുഹയിൽ കിടന്നു ഉറക്കമാണ്. നീ വൃന്ദാവനത്തിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ പോയി വിളിച്ച് ഉണർത്തണം, എന്നിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടും. അപ്പം നിത്യാനന്ദ പ്രഭു വൃന്ദാവനത്തിൽ വരും. വൃന്ദാവനത്തിൽ വന്നിട്ട് ഗോവർദ്ധനത്തിന്റെ അവിടെ ചുറ്റും നടന്നുകൊണ്ട് ശ്രീദാമ എന്ന് ഉച്ചത്തിൽ വിളിക്കും. അങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ശ്രീദാമ പതുക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം ആ ഗുഹയ്ക്ക് പുറത്ത് അതിസുന്ദരനായിട്ട് ഒരു യുവാവ് നിൽക്കുന്നു. അപ്പൊ ശ്രീദാമയ്ക്ക് മനസ്സിലാവില്ല ഇതാരാണ്. അപ്പം നിത്യാനന്ദ പ്രഭു പറയും, എന്നെ മനസ്സിലായില്ലേ, ഞാന് ബലരാമനാണ്, നിന്റെ കൂട്ടുകാരനായിരുന്ന ബലരാമനാണ് എന്ന് പറയും. അപ്പൊ ശ്രീരാമ പറയും, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും, എന്റെ ബലരാമനല്ല ഇത്, കണ്ടിട്ട് ഈ രൂപത്തിലല്ലല്ലോ ബലരാമൻ. അപ്പൊ പറയും, നീ ഉറങ്ങിക്കിടന്ന് നീ സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ദ്വാപരയുഗത്തിലാണ് നീ ഉറങ്ങാൻ കിടന്നത്, ഓർമ്മയില്ല നമ്മൾ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വന്നതും ഒളിച്ചു കളിച്ചതും ഒക്കെ. ഇപ്പോൾ കലിയുഗമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇപ്പോൾ നവദ്വീപില് അവതരിച്ചിട്ടുണ്ട്. അപ്പൊ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. മഹാപ്രഭു നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ദുഃഖത്തിലാണ് നിന്നെ പിരിഞ്ഞിരുന്നിട്ട്. അപ്പൊ ഇത് പറയുമ്പോ ശ്രീരാമയ്ക്ക് വിശ്വാസമായില്ല. അപ്പൊ പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും, നീ ബലരാമനാണ് എന്ന്. അപ്പൊ ഇവരെ ഗോവർദ്ധന പർവ്വതത്തിന്റെ അവിടെ കളിക്കുകയൊക്കെ ചെയ്യുമ്പം ബലരാമനും ശ്രീദാമയും കൂടെ അവര് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ് ഇവര് രണ്ടുപേരും. അപ്പൊ ഇവര് പലപ്പോഴും ഓട്ട മത്സരം വെക്കും. കാരണം ബലരാമനും ശ്രീദാമയുടെയും പവർ എന്ന് പറയുന്നത് ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നില്ല. ഇവര് രണ്ടുപേരും അതേപോലെയാണ്. ഇവരെ രണ്ടുപേരെയും തോൽപ്പിക്കാൻ പരസ്പരം തോറ്റു കൊടുക്കില്ല, അതേപോലെ നിൽക്കും ഇവര് ഓട്ട മത്സരമൊക്കെ വെക്കുമ്പോൾ. അപ്പൊ അത് ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അത് വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഓട്ട മത്സരം വെക്കാം. ഗോവർദ്ധന പർവ്വതത്തിന് ചുറ്റും 4 റൗണ്ട് ഓടണം.
അപ്പം നീ എന്നെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ എന്നോടൊപ്പം നീ നിൽക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ബലരാമനാണ്. അപ്പൊ അങ്ങനെ ആ, ശ്രീദാമ കൈയടിച്ചിട്ട് രണ്ടുപേരും കൂടി ഗോവർദ്ധനത്തിന് പരിക്രമ പോലെ ഇവര് ഓടിത്തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ശ്രീദാമ തിരിഞ്ഞു നോക്കുമ്പം നിത്യാനന്ദ പ്രഭു കൂടെ ഉണ്ട്, ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പൊ അങ്ങനെ 4 റൗണ്ട് ഓടി കഴിയുമ്പം ശ്രീദാമയ്ക്ക് മനസ്സിലാകും ഇത് ബലരാമൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം നിത്യാനന്ദ പ്രഭു പറയുന്ന അതിസുന്ദരനാണ്, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമാണ് ബലരാമന്റേത്. നമുക്കറിയാം പള്ളിച്ചലിലെ ബലരാമൻ എന്തൊരു ഭംഗിയാണ് ഇല്ലേ. അത് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ബലരാമന്റെ പുഞ്ചിരി ഇരട്ടിയാണ്, സാധാരണയുള്ള പുഞ്ചിരിയെക്കാട്ടിലും ഇരട്ടിയാണ് കാണുന്നത്. അതേപോലെയാണ് ബലരാമൻ എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്. കൃഷ്ണനെക്കാട്ടിലും കൂടുതൽ എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ്, അതായത് കൃഷ്ണനിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുന്നത് ബലരാമനാണ്. ആദ്യ ഗുരുവാണ്, ഗുരു തത്വമാണ് ബലരാമൻ. അപ്പം ശ്രീദാമയ്ക്ക് മനസ്സിലാകും ഇത് ബലരാമനാണ് എന്ന്. ബലരാമൻ നീല നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുക. അപ്പം സമ്മതിക്കും ശ്രീദാമ. അപ്പം നിത്യാനന്ദ പ്രഭു പറയും വരൂ എന്റെ കൂടെ എന്നൊക്കെ, മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകാം. അപ്പം ശ്രീദാമ പറയും എനിക്ക് വൃന്ദാവനം വിടാൻ ഇഷ്ടമില്ല, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, നീ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പൊക്കോളൂ, ഞാൻ വരുന്നില്ല എന്ന്. അപ്പൊ അത് പറ്റില്ല എന്ന് നിത്യാനന്ദ പ്രഭു നിർബന്ധിക്കും. കാരണം മഹാപ്രഭുവിടെ വിരഹ ദുഃഖത്തിലാണ്, നിന്നെ കാണാൻ അത്യധികമായിട്ട് ആഗ്രഹമുണ്ട്, അപ്പൊ വന്നേ പറ്റുള്ളൂ. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കാനായിട്ടാണ് ഈ കലിയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്, സങ്കീർത്തന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനായിട്ട്. അപ്പൊ അതില് സഹായിക്കാനാണ് നീ അവിടെ വരണമെന്ന് മഹാപ്രഭു ആവശ്യപ്പെടുന്നത്. അപ്പൊ നീ വന്നേ പറ്റുള്ളൂ, നിന്നെ കൂട്ടിക്കൊണ്ടല്ലാതെ ഞാൻ പോവില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സോടെ ശ്രീദാമ നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ബംഗാളിലേക്ക് യാത്ര തിരിക്കും. അപ്പൊ പോകുന്ന വഴിക്ക് ഇവര് ആ പാസ്റ്റ് ടൈംസ്, കൃഷ്ണന്റെയും ബലരാമന്റെയും വൃന്ദാവനത്തിലെ ഇവരെല്ലാം കൂടി നടത്തിയ പാസ്റ്റ് ടൈംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവര് നവദ്വീപിലേക്ക് യാത്രയാകുന്നത്. അങ്ങനെ ഇവര് നവദ്വീപിലെത്തി മഹാപ്രഭു അപ്പൊ വളരെ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ചെയ്യുക, ആലിംഗനം ചെയ്യും. അപ്പം ശ്രീരാമ മഹാപ്രഭുവിനെ നമസ്കരിക്കും. എന്നിട്ട് പറയും നീ വിഡ്ഢിയാണ്, നീ ഇത്ര നാള് നീ ആ ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങിയില്ല, കാലം കടന്നുപോയത് നീ അറിഞ്ഞില്ല, നീ മൂർഖനാണ് എന്ന് പറഞ്ഞ മഹാപ്രഭു കളിയാക്കും ശ്രീരാമയെ. വൃന്ദാവനത്തിൽ വെച്ചിട്ട് ശ്രീരാമയെ പലപ്പോഴും ബലരാമൻ കളിയാക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെ നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീരാമയെ കളിയാക്കുക ചെയ്തത്. അപ്പം ദ്വാപര യുഗത്തിലെ ആൾക്കാരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഉയരമായിരുന്നു അന്നുള്ള ആൾക്കാർക്ക്. അപ്പൊ ശ്രീരാമയ്ക്കും അതേ ശരീരപ്രകൃതിയാണ്. ദ്വാപരയുഗത്തിൽ എങ്ങനെയായിരുന്നു ഒരു മനുഷ്യൻ, അതേ രൂപമാണ് ശ്രീരാമയ്ക്ക്, അത്ര ഉയരമുണ്ട്. നമുക്കറിയാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിന്റെ ഒക്കെ ഉയരം എന്ന് പറഞ്ഞാല് 8 അടിയാണ്, അതിലും ഉയരമുണ്ട് ശ്രീരാമയ്ക്ക്. അപ്പം നിത്യാനന്ദ പ്രഭുവും ശ്രീ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞു നിന്റെ ഇത് കലിയുഗമാണ്, നിന്റെ ഹൈറ്റ് കുറച്ചേ പറ്റുള്ളൂ, കാരണം കലിയുഗത്തിലെ ആൾക്കാർക്ക് വലിപ്പം കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ശ്രീരാമയുടെ തോളില് ഇടത്തും വലത്തുമായിട്ട് ചവിട്ടിക്കയറി. എന്നിട്ട് തൂങ്ങിക്കിടന്നു, ഊഞ്ഞാലാടുന്ന മാതിരി തൂങ്ങിക്കിടന്ന് ആടാൻ തുടങ്ങി. അങ്ങനെ ശ്രീരാമയുടെ ഹൈറ്റ് കുറഞ്ഞു വന്ന് കലിയുഗത്തിലെ സാധാരണ മനുഷ്യരുടെ ഹൈറ്റിലേക്കായി. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു ഇനിയും നിന്റെ ഈ പേര് വേണ്ട, ശ്രീരാമ എന്നുള്ള പേര് മാറ്റി നിന്നെ ഞാൻ അഭിരാം ഗോപാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അഭിരാം എന്ന് പറഞ്ഞാല് രാമനിൽ നിന്നും വ്യത്യസ്തമല്ല എന്നാണ് അർത്ഥം. അതായത് ബലരാമനും അഭിരാം ഗോപാലും വ്യത്യസ്തമല്ല, ഒന്നു തന്നെയാണ് എന്നാണ് അർത്ഥം. അങ്ങനെ അഭിരാം ഗോപാൽ എന്ന് വിളിച്ചു. അങ്ങനെ ശ്രീരാമ അഭിരാം ഗോപാൽ എന്ന് അറിയപ്പെട്ടു. സോറി. അഭിരാം ഗോപാലിന്റെ ആ ഡിവോഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പൊട്ടൻസിയാണ് ഭക്തിയുടെ കാര്യത്തിൽ.
മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ ബംഗാളിലേക്ക് പ്രചരണത്തിനായിട്ട് അയക്കും. അപ്പം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ഗദാധര പണ്ഡിറ്റും അഭിരാം താക്കൂറും പോകുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ അഭിരാം ഠാക്കൂർ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ ഓടി ഒളിക്കുകയാണ്. അഭിരാം ഠാക്കൂറിന്റെ മുൻപിൽ ആരും വരില്ല. കാരണം അവർക്ക് ഭയമാണ്. അവർക്ക് ശുദ്ധഭക്തരല്ലെങ്കിൽ അവരവിടെ തന്നെ മരിച്ചു വീഴുക ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം നമസ്കരിക്കുന്നത് ഏത് ശിലയെ നമസ്കരിച്ചാലും അത് വിഷ്ണു തത്വം, അതായത് സാളഗ്രാമ ശില അല്ലെങ്കിൽ ആ ശില പൊട്ടിത്തെറിക്കും. അത് കാരണം ആരും അദ്ദേഹത്തിനെ കാണുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. അതേപോലെ തന്നെ ശിശുക്കളുടെ മുൻപിൽ ശിശുക്കളെ ഒന്നും കൊണ്ടുവരില്ല അദ്ദേഹത്തിന്റെ മുൻപിൽ. കാരണം അവരുടെ ഉള്ളിൽ അവര് ശുദ്ധഭക്തി ഇല്ലെങ്കിൽ ആ ശിശു അപ്പൊ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു അഭിരാം ഗോപാല ഠാക്കൂർ. പക്ഷെ അദ്ദേഹത്തിന്റെ തെറ്റല്ല ഇത്. അദ്ദേഹത്തിന്റെ ആ പവർ, ഭക്തിയുടെ ഡിവോഷന്റെ പവറാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അദ്ദേഹം കാനാകുല്ല, അതായത് ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ കാനാകുല്ല, കൃഷ്ണനാഗരി എന്നും അറിയപ്പെടും. അവിടെയാണ് അഭിരാം ഗോപാല ഠാക്കൂർ താമസിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പത്നി മാലിനി ദേവിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ വിസ്തരണമാണ് മാലിനി ദേവി. മാലിനി ദേവിക്ക് ഇതേപോലെ തന്നെ പൊട്ടൻസി ഉണ്ടായിരുന്നു. അപ്പം അഭിരാം ഗോപാല ഠാക്കൂറിനെ അദ്ദേഹത്തിന്റെ ലീലകളിൽ സഹായിക്കാനാണ് അദ്ദേഹത്തിന്റെ തന്നെ വിസ്തരണമായിട്ട് മാലിനി ദേവി ഈ ഭൗതിക ലോകത്തില് പ്രത്യക്ഷമായത്. അതായത് വൃന്ദാവനത്തില് അത് എന്നിട്ട് ആ പെൺകുട്ടി എന്താ ചെയ്യുക, ഒരു അയൺ ബോക്സിന്റെ ഉള്ളിൽ കയറിയിട്ട് യമുന നദിയിൽ കൂടി ഒഴുകി തുടങ്ങി നവദ്വീപിലേക്ക് വരാനായിട്ട്. അപ്പം ഈ അയൺ ബോക്സ് കടന്നു പോകുന്ന വഴിയില് ഉണങ്ങിയ പുല്ലുകളുണ്ടോ, ഉണങ്ങിയ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതെല്ലാം ഈ അയൺ ബോക്സ് കടന്നു പോകുന്ന സമയത്ത് അതെല്ലാം പച്ചപ്പ് നിറയും. പൂത്ത് തളിർത്ത് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം അവിടെ നടക്കും. അപ്പൊ എല്ലാവരും ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു കിടന്ന പുല്ലുകളൊക്കെ പെട്ടെന്ന് തളിർത്തു വരുന്നു, ഉണങ്ങി നിന്ന വൃക്ഷങ്ങളിലൊക്കെ നിറയെ ഇലകള്, പൂക്കള്, കായ്കള് ഇവ കൊണ്ട് നിറയുന്നു, എന്താണ് ഇതിന്റെ രഹസ്യം? എല്ലാവരും ഓടി വന്നു. അപ്പൊ യമുന നദിയിൽ നോക്കിയപ്പോ എന്താണ്, ഒരു അയൺ ബോക്സ്, വലിയ ഒരു അയൺ ബോക്സ് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പം അതിങ്ങനെ ബംഗാളിലെത്തി. അപ്പം ഒരു സ്ഥലത്ത് വന്നപ്പോ അയൺ ബോക്സ് അവിടെ തങ്ങി നിന്നു. അപ്പൊ അവിടെ ഒരു മുസ്ലിം രാജാവിന്റെ തോട്ടമുണ്ട്, അവിടെ വലിയൊരു പൂന്തോട്ടമുണ്ട്. അപ്പൊ കാസിയുടെ ഭരണകാലമാണ്. അപ്പൊ അവിടെ തോട്ടക്കാര് ഈ ബോക്സ് അവിടെ വന്നതും ആ തോട്ടത്തിലെ ഉണങ്ങിയ പുല്ലുകളും ചെടികളും ഒക്കെ പെട്ടെന്ന് തന്നെ അതില് തളിരില വന്നു, പൂക്കൾ വന്നു, കായകൾ വന്നു. അപ്പൊ ഇവര് വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു അത്ഭുതം, എന്താ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ. അവര് ഓടി വന്ന് യമുന നദിയിൽ നോക്കിയപ്പോ അവിടെ ഒരു വലിയ അയൺ ബോക്സ് കിടക്കും. അതിൽ ഒരാൾ ഇറങ്ങി അത് എടുക്കാൻ നോക്കിയപ്പോ അദ്ദേഹം അവിടെ മൂർച്ഛിച്ചു വീണു. പിന്നീട് അദ്ദേഹം തന്നെ അതെടുത്ത് കരയിലിട്ടിട്ട് അത് തുറന്നു നോക്കിയപ്പോ എന്താ കാണുന്നത്, അതിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം അത് മാലിനി ദേവിയാണ്. മാലിനി ദേവി പുറത്തു വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ദിവ്യ സ്ത്രീയാണ്, ഏതോ ദേവതയാണെന്ന് മനസ്സിലായി. അത്രയ്ക്ക് സൗന്ദര്യമാണ് മാലിനി ദേവിയെ കണ്ടാൽ. അപ്പൊ മാലിനി ദേവി പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ അയൺ ബോക്സിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും പ്രസാദമാക്കി തരണം, ഭക്ഷണം അത് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് എനിക്ക് പ്രസാദമാക്കി തരണം പറഞ്ഞു. എന്റെ പേര് മാലിനി എന്നാണ്, അഭിരാം ഠാക്കൂറിനെ സേവിക്കാനാണ് ഞാന്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാന് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാർത്ത എല്ലായിടത്തും പരന്നു. എല്ലാവരും ഈ മാലിനി ദേവിയെ കാണാനായിട്ട് വന്നു. അതുപോലെ കാസി ഈ വിവരം പറഞ്ഞു. അപ്പൊ കാസിക്ക് ആഗ്രഹം പറഞ്ഞു, എന്തോ നിധി, ഇന്നാരൊന്നും കിട്ടിയത് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായില്ലേ, എന്തോ നിധി കിട്ടിയിട്ടുണ്ട് എന്നാണ് കാസി അറിഞ്ഞത്. അപ്പൊ കാസി എന്ത് ചെയ്തു, തന്റെ ആൾക്കാരെ വിട്ടിട്ട് ഈ പൂന്തോട്ടക്കാരനെ ഈ നിധിയും കൊണ്ടുവരാനായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് എടുക്കണം. പൂന്തോട്ടക്കാരെ ആ നിധിയും കൈക്കലാക്കി കൊണ്ടുവരണം. അതിനുവേണ്ടി ആൾക്കാരെ അവരിവിടെ വന്നപ്പോ ഇവിടെ നിധിയൊന്നും അല്ല. നിധി എന്താണ്, ഒരു അതിസുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, ഏതോ ദേവതയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് എന്ന വിവരം കാസിയാണ്. അപ്പൊ കാസി ഭരിച്ചിരുന്ന ആ സ്ഥലത്തിന്റെ പേര് കാശിപൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന്. പിന്നീട് അത് കനകപൂർ എന്നായി. കാരണം മാലിനി ദേവിയുടെ ആ പേര് വെച്ചിട്ട് കനകപൂർ എന്ന് അറിഞ്ഞു തുടങ്ങി ആ സ്ഥലം ഇപ്പോഴും
കനകപൂർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കാശി പറഞ്ഞു, ഞാൻ എൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ട് ആ ദേവതയെ ക്ഷേത്രത്തിൽ വിഗ്രഹം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതേപോലെ ഞാൻ ആരാധിച്ചു കൊള്ളാം. അപ്പൊ മനസ്സില്ല മനസ്സോടെ എല്ലാവരും സമ്മതിച്ചു, മാലിന്യ ദേവിയും സമ്മതിച്ചു. അങ്ങനെ കാസിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ കാസി എല്ലാ ഉപചാരങ്ങളോടും കൂടി സ്വീകരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഒരു ദേവിയെ ആരാധിക്കുന്നത് അതേപോലെ മാലിന്യ ദേവി അവിടെ വെച്ചിട്ട് ആരാധിച്ചു തുടങ്ങി. അപ്പം ഒരു ദിവസം മാലിന്യ ദേവിയും കൂട്ടുകാരും കൂടി ഗംഗാ നദിയിൽ കുളിക്കുന്ന സമയത്ത് ഇക്കരെ കൂടി അഭിരാം ഗോപാല ഠാക്കുർ നടന്നു പോകുന്നു. ഇത് മാലിന്യ ദേവി കണ്ടു. മാലിന്യ ദേവി ഉടൻ തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാല് അതേ വേഷത്തില് ഗംഗാ നദിക്ക്, അത് ശക്തമായി കുത്തി ഒഴുകുകയാണ് ഗംഗാ നദി. നമുക്കറിയാം ഗംഗാ നദിയിലെ ഒഴുക്ക് അതിശക്തമാണ്. ആ ഒഴുക്കിനെ വകവെക്കാതെ നീന്തി ഇക്കരെ വന്ന് അഭിരാം ഗോപാലിന്റെ അടുത്ത് വന്നു. അഭിരാം ഗോപാലിനെ മാലിന്യ ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി അവര് വിവാഹം ചെയ്ത് അവര് കൃഷ്ണനഗരി കാനാകുലയിൽ അവര് താമസിച്ചു തുടങ്ങി. കാനാകുല പറഞ്ഞാല് അവിടെ ദ്വാരാവതി നദിയാണ് ഒഴുകുന്നത്. ദ്വാരകാധീശന്റെ പേര് വെച്ചിട്ടാണ് സ്ഥലത്തിന് കാനാകുല എന്ന് പേരിട്ടിരിക്കുന്നത്. കാന എന്ന് പറഞ്ഞാല് കന്നയ്യ, അതായത് നമ്മൾ കണ്ണൻ എന്ന് പറയില്ലേ, കൃഷ്ണൻ എന്ന. കുല പറഞ്ഞാല് നദീ തീരം. അപ്പൊ ഗംഗാ നദിയുടെ തീരമാണ് ഈ കാനാകുല എന്ന് പറയുന്ന ഗ്രാമം. അവിടെ അഭിരാം ഗോപാല ഠാക്കുറെ മാലിനി ദേവിയും അവിടെ താമസിച്ചു തുടങ്ങി. അപ്പൊ ആ ഇടയ്ക്ക് അഭിരാം ഗോപാല ഠാക്കുർ സ്വപ്നം കാണുന്നു. സ്വപ്നത്തില് ഗോപിനാഥ വിഗ്രഹം സംസാരിക്കുകയാണ്. ഞാൻ ഇവിടെ കുറെ നാളായി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു, എന്നെ പുറത്തെടുക്കണം, പുറത്തെടുത്തിട്ട് എന്നെ ആരാധിക്കണം. അപ്പൊ അടുത്ത ദിവസം രാവിലെ മാലിനി ദേവിക്ക് അഭിരാം ഗോപാല ഠാക്കൂറിന്റെ അത്രയും തന്നെ പൊട്ടൻസി ഉണ്ട് ഭക്തിയുടെ കാര്യത്തിൽ, ഡിവോഷന്റെ കാര്യത്തിൽ. ഇവര് രണ്ടുപേരും കൂടി കുഴിച്ചു. കുറെ കുഴിച്ചു കഴിഞ്ഞപ്പോ ആ വിഗ്രഹം കിട്ടി. അപ്പൊ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ഒക്കെ കഴുകി വൃത്തിയാക്കി ആ കുഴിച്ച കുഴിയെ ഒരു കുണ്ടമായിട്ട് മാറി. കുണ്ടം എന്ന് പറഞ്ഞാല് കുളം. അതെ. അപ്പൊ അഭിരാം ഗോപാലിന്റെ പേര് രാമദാസൻ എന്നാണ്. അപ്പൊ അത് രാമകുണ്ടം എന്ന പേരില്, രാമദാസൻ എന്നും പേരുണ്ട്. അപ്പൊ അത് ആ കുളത്തിന് രാമകുണ്ടം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അവിടുത്തെ ജലം എന്ന് പറയുന്നത് വളരെ മധുരമുള്ള ജലമാണ്. ഇന്നും ആ കുണ്ടുണ്ട് അവിടെ, രാമകുണ്ട്. അപ്പൊ അതിലെ ജലം കുടിക്കാനായിട്ട് ധാരാളം ആൾക്കാർ അവിടെ തിക്കും തിരക്കുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിലെ വെള്ളം കുടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം തീർന്ന് പരിശുദ്ധരാവാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഒരിക്കല് ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗദാധര പണ്ഡിറ്റ് തുടങ്ങിയവരെല്ലാം കൂടി അവിടെ വന്നു. അവിടെ ഈ ഗോപിനാഥ വിഗ്രഹത്തെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ച് മാലിനി ദേവിയും അഭിരാം ഗോപാല ദാസ് ഠാക്കുറയും കൂടി അവിടെ ആരാധിച്ചു വന്നിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടി മഹാപ്രഭു അനുയായികളൊക്കെ കൂടി അവിടെ വന്ന് ഗോപിനാഥ വിഗ്രഹത്തെ ദർശനമെടുക്കുകയും അഭിരാം ഗോപാല ഠാക്കൂർ അവരെയെല്ലാം വേണ്ടുന്ന രീതിയിൽ സൽക്കരിക്കുകയും ചെയ്തു. ആ കുണ്ടിൽ കുളിച്ചു കഴിഞ്ഞാല് നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അഭിരാം ഗോപാല ഠാക്കൂർ ഗോപാലനാണ്, സാഖ്യരസത്തിലാണ് എപ്പോഴും. നമുക്കറിയാം ഗോപന്മാരൊക്കെ സാഖ്യരസത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ആ കൃഷ്ണപ്രേമം നിറഞ്ഞിരിക്കുകയാണ് മാലിനി ദേവിയിലും അഭിരാം ഗോപാല ഠാക്കുറയിലും. അപ്പം ഒരിക്കല് അഭിരാം ഗോപാല ഠാക്കുറയ്ക്ക് ഫ്ലൂട്ട് വായിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വലിയ ഒരു മരം മുറിച്ചിട്ട് അതിന്റെ കൊമ്പുകളൊക്കെ കളഞ്ഞിട്ട് അതിന്റെ തടി തന്നെ ഒരു ഫ്ലൂട്ടാക്കി മാറ്റി. അത് 16 പേര് പിടിച്ചാല് പൊങ്ങില്ല എന്ന് പറയുന്നു. ഭക്തരത്നാകരയിൽ പറയുന്നുണ്ട് 32 പേര് പിടിച്ചാലും ആ തടി അവരെ കൊണ്ട് എടുത്തു പൊക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള തടി അഭിരാം ഗോപാല് ഒരു ചെറിയൊരു കല്ല് എടുത്തു പൊക്കുന്ന ലാഘവത്തോടെ, അല്ലെങ്കിൽ ഒരു പൂവിനെ നമ്മളെടുത്ത് ഉയർത്തുന്ന ലാഘവത്തോടെ ആ തടിയെ എടുത്ത് അതില് 16 സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ തടി ഓടക്കുഴല് പോലെ പിടിച്ച് ഓടക്കുഴല് വായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയുമല്ല, ആ അതിന്റെ വെട്ടിമാറ്റിയ കൊമ്പുകളിൽ ഒരു ചെറിയ കൊമ്പെടുത്തിട്ട് അവിടെ കുഴിച്ചു വെച്ചു. ആ നിമിഷം തന്നെ അത് ഒരു വലിയ വൃക്ഷമായിട്ട് മാറുകയും അതിൽ നിറയെ വർഷം മുഴുവൻ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ആ വൃക്ഷം കായ്ക്കില്ല, അതിൽ നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാകും. ആ വൃക്ഷം ഇപ്പോഴും ഉണ്ട്.
അഭിരാം ഗോപാല ഠാക്കൂറിന്റെ ഈ കാനാകുലയിൽ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ആ വൃക്ഷം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും. ഇതേപോലെ നമുക്കറിയാം പുരിയിലെ ഹരിദാസ് ഠാക്കൂറിന്റെ സമാധി സ്ഥലത്ത് ഒരു സിദ്ധബഹുള ട്രീ ഉണ്ട് ഇല്ലേ? അത് മഹാപ്രഭു ജഗന്നാഥന്റെ പല്ല് തേക്കുന്ന വേപ്പിന്റെ കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. അത് അപ്പോൾ തന്നെ വലിയ വൃക്ഷമായിട്ട് മാറി. ഇന്ന് ആ വൃക്ഷത്തിന്റെ അവശിഷ്ടം ഇപ്പോഴും ഉണ്ട് അവിടെ. അതിപ്പോൾ അവരത് സംരക്ഷിച്ച് നമുക്ക് സിദ്ധബഹുളയിൽ ചെന്നാൽ അത് കാണാൻ സാധിക്കും. ഇതുപോലെ ബംഗാളിലെ വാസുദേവ ഘോഷിന്റെ സമാധി സ്ഥലത്തും ഇതേപോലെ ഒരു സിദ്ധബഹുള ട്രീയെ കാണാൻ സാധിക്കും. അതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ ജന്മസ്ഥലമായ ബംഗാളിലെ ഏകചക്ര ഗ്രാമത്തെ കുറിച്ച് നമുക്കറിയാം. പാണ്ഡവര് അജ്ഞാതവാസത്തിൽ കഴിഞ്ഞത് ഏകചക്രയിലാണ്. ആ ഏകചക്രയിൽ തന്നെയാണ് നിത്യാനന്ദ പ്രഭു അവതരിച്ചത്. ആ നിത്യാനന്ദ പ്രഭുവിന്റെ സമാധി സ്ഥലത്തുകൊണ്ട് ഇതുപോലൊരു സിദ്ധബഹുള ട്രീ. അതുപോലെ അഭിരാം ഗോപാല ഠാക്കൂറിന്റെ കയ്യിൽ ഒരു വിപ്പുണ്ട്, ഒരു ചാട്ട. അത് ചാട്ടയെന്നും പറയാം, ചിലര് പറയും അത് വിശറി പോലെ വട്ടത്തിലിരിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയും. എന്ത് തന്നെയാണെങ്കിലും അതിന്റെ പേര് ജയമംഗൾ എന്നാണ്. ആ വിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ചാട്ട കൊണ്ട് ആരെ സ്പർശിച്ചാലും എത്ര നിരീശ്വരവാദികളായാലും അടുത്ത നിമിഷം വരെ കൃഷ്ണ ഭക്തിയുടെ ഉന്മാദ അവസ്ഥയിലെത്തി അവര് തിരുനാമം ജപിച്ച് തുള്ളിച്ചാടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ഞാൻ വായിച്ചപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മളുടെ കയ്യിലൊക്കെ ഇതുപോലൊരു വിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ കേരളത്തിലുള്ളവരെ മുഴുവൻ നമുക്ക് കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരാൻ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് മലയാളികളെ ഈ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ട്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അവരുടെ തലയിൽ ഇതൊന്നും കയറില്ല. അപ്പൊ ഇതുപോലൊരു വിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് സ്പർശിച്ചാൽ മതി, അവരെ ആ നിമിഷം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് കൃഷ്ണ ഭക്തിയിൽ അവര് ഉന്മത്തരായി അവര് തുള്ളിച്ചാടുമായിരുന്നു. ആ വിപ്പ് ഇപ്പോഴും ഈ കാനാകുലയിലെ ഈ ഗോപിനാഥ ടെമ്പിളില് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലെ ജാനവമാതയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ശ്രീനിവാസാചാര്യരോട് വൃന്ദാവനത്തിൽ പോകാൻ നരഹരി ഠാക്കൂർ, അത് നമ്മൾ കണ്ടതാണ്. നരഹരി ഠാക്കൂർ എത്രയും വേഗം നീ വൃന്ദാവനത്തിൽ എത്തണം. കാരണം എന്താ, രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിയൊക്കെ ഭൗതിക ലോകം ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ നീ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസാചാര്യര് നവദ്വീപിലൊക്കെ ചുറ്റിക്കറങ്ങി മഹാപ്രഭുവിന്റെ അനുയായികളുടെ വീടുകളിലൊക്കെ പോയി. അവരുടെ ചിലരൊക്കെ ഈ ലോകം വിട്ടുപോയിരുന്നു. അദ്വൈതാചാര്യര്, നിത്യാനന്ദ പ്രഭു ഇവരൊക്കെ ഈ ലോകം ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരെയൊക്കെ ചെന്ന് കാണുകയും അങ്ങനെ ജാനവമാത ശ്രീനിവാസാചാര്യരോട് പറയും, നീ പോയി അഭിരാം ഗോപാലിന്റെ വീട്ടിൽ പോയി മാലിനി ദേവിയും അഭിരാം ഗോപാലിനെയും കാണണം, കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങണം എന്ന് പറയും. അങ്ങനെ ശ്രീനിവാസാചാര്യർ അഭിരാം ഗോപാൽ ഠാക്കൂറിന്റെ വീട്ടിലെത്തും. അപ്പൊ ആ സമയത്ത് സന്തോഷത്തോടെ ശ്രീനിവാസനെ സ്വീകരിച്ചിരുത്തിയിട്ട് ഈ വിപ്പ് കയ്യിലെടുക്കും. ഈ ചാട്ട കയ്യിലെടുത്തിട്ട് ശ്രീനിവാസനെ അടിക്കും. 1, 2, മൂന്നാമത്തെ അടി അടിച്ചു കഴിയുമ്പോൾ മാലിന്യ ദേവി ഓടി വന്ന ചാട്ട പിടിച്ചു വാങ്ങും. അപ്പോഴേക്കും എന്താ, ഇവൻ കുട്ടിയാണ്, ഇവൻ ഇത്രയും ഭക്തി ഡിവോഷൻ താങ്ങാനുള്ള ശക്തി അവനില്ല, അവൻ ബോധം കെട്ട് വീഴും ഇവിടെ, ഇനി മതി അടിച്ചത്, ഇനി അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ചാട്ട കയ്യിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക. ഇന്നും കാർത്തിക മാസത്തില് അഭിരാം ഗോപാല ഠാക്കൂറിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ എല്ലാ വർഷവും ഉത്സവം നടത്താറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഗോപിനാഥ ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് സിദ്ധബഗുള കുഞ്ചെന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കലെ നിത്യാനന്ദ പ്രഭുവിന് മക്കളുണ്ടായി. 7 കുട്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അഭിരാം ഗോപാലിൽ ചെല്ലും, കുട്ടിയെ കാണാനായിട്ട് ചെല്ലും. ആ കുട്ടിയെ നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായിയാണ്, അറിയാം, ആർക്കും ഇഷ്ടമില്ലെങ്കിലും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ശിശുക്കളെ കാണാൻ ചെല്ലുമ്പോൾ ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും
അഭിരാം ഗോപാല ഠാക്കൂർ ആ കുഞ്ഞിനെ കാണാൻ ചെല്ലും. ആ കുഞ്ഞിനെ നിത്യാനന്ദ പ്രഭു എടുത്തുകൊണ്ട് അഭിരാം ഗോപാല ഠാക്കൂറിന്റെ മുന്നിൽ വരും. മുന്നിൽ വരുമ്പോൾ ആ കുട്ടി അപ്പോൾ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഭക്തരല്ല എങ്കിൽ, കൃഷ്ണഭക്തി അവർക്ക് പൂർവ്വജന്മത്തിൽ അവര് കൃഷ്ണഭക്തരായിരുന്നില്ല എങ്കിൽ മാത്രമല്ല ഈ ജന്മം അവരുടെ ഉള്ളിലെ ഡിവോഷൻ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇല്ലാത്ത അഭക്തരായിട്ടുള്ള കുട്ടികളാണ് മരണപ്പെടുന്നത്. ഇത് നിത്യാനന്ദ പ്രഭുവിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഇത്രയും കുട്ടികൾ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു സങ്കടവുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം കാര്യം. പക്ഷെ ജാനവി മാതയും വസുധയ്ക്കും സങ്കടം സഹിക്കാറായി പറ്റാതായി. അപ്പൊ അതുകൊണ്ട് അടുത്ത പുത്രനെ ഉണ്ടായത് വീരഭദ്രൻ, വീരചന്ദ്ര പ്രഭു. വീരചന്ദ്ര പ്രഭു ജനിച്ചു കഴിഞ്ഞപ്പോൾ ജാനവ മാതയും വസുധയും കൂടി തീരുമാനിച്ചു, ഒരു കാരണവശാലും അഭിരാം ഠാക്കൂർ ഈ വിവരം അറിയരുത്, അഭിരാം ഠാക്കൂറിനെ ഇങ്ങോട്ട് അടുപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. അപ്പം എല്ലാവരും അറിഞ്ഞു നിത്യാനന്ദ പ്രഭുവിന് ഒരു മകൻ ജനിച്ചിരിക്കുന്നു. എല്ലാവരും കാണാനായിട്ട് വന്നു. അപ്പം നരഹരി ഠാക്കൂർ നിത്യാനന്ദ പ്രഭുവിന്റെ ഈ ശിശുവിനെ കാണാനായിട്ട് വരാനായിട്ട് ഗംഗാനദിയുടെ കരയിലെത്തി. അപ്പം അഭിരാം ഗോപാല ഠാക്കൂറിന്റെ വീട്ടിൽ കയറി അഭിരാം ഗോപാല ഠാക്കൂറിനോട് ചോദിച്ചു, നീ വരുന്നില്ലേ? നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു പുത്രൻ ഉണ്ടായിരിക്കുന്നു, കാണാൻ വരുന്നില്ലേ? അപ്പം അഭിരാം ഗോപാല ഠാക്കൂർ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നെ നിത്യാനന്ദ പ്രഭു അറിയിച്ചില്ല. അപ്പം നരഹരി ഠാക്കൂർ പറഞ്ഞു, അതെങ്ങനെയാ അറിയിക്കുക? ഇത്രയും കുട്ടികളുണ്ടായി, നീ കാണാൻ ചെല്ലുമ്പോ കുട്ടികളൊക്കെ മരണപ്പെടുക ചെയ്യുക. അപ്പം അഭിരാം ഗോപാല ഠാക്കൂർ പറഞ്ഞു, അതെന്റെ തെറ്റല്ല, അവര് ഭക്തരല്ല, അതുകൊണ്ട് അവര് മരണപ്പെട്ടു. അപ്പം മാലിനി ദേവി പറഞ്ഞു, അഭിരാം ഗോപാല ഠാക്കൂർ, അപ്പൊ അത് തന്നെയുമല്ല, അഭിരാം ഗോപാല ഠാക്കൂർ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? എന്നെ നിത്യാനന്ദ പ്രഭു അറിയിച്ചില്ല, അതുകൊണ്ട് ഞാൻ വരില്ല, ഞാൻ പിന്നീട് പൊക്കൊള്ളാം, ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടോളൂ, ഞാൻ പിന്നീട് വന്നോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് മാലിനി ദേവി പറഞ്ഞു, അഭിരാം ഠാക്കൂർ ഒരു ഗോപാലനാണ്, ഗോപാലന്മാർക്ക് അവർക്ക് മിഥ്യ അഹങ്കാരമില്ല, അതുകൊണ്ട് അഭിരാം ഗോപാല ഠാക്കൂർ പോയി കുഞ്ഞിനെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ നരഹരി ഠാക്കൂറിന് ഉള്ളിൽ ഭയമുണ്ട്. അപ്പൊ നരഹരി ഠാക്കൂർ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ആ ഗംഗാ നദിയുടെ തീരത്ത് വന്നിട്ട് അവിടെ കടത്തുകാരുണ്ട്, ഒന്നൊക്കെ കടത്ത് കടന്ന് വേണം പോകാൻ. കടത്തുകാരുണ്ട്, അവരോടൊക്കെ പറഞ്ഞു വെച്ചു, നിത്യാനന്ദ പ്രഭുവിന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ഞാൻ ആ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. അഭിരാം ഗോപാല ഠാക്കൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നാൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും ഗംഗാ നദിക്ക് അക്കരക്ക് വിടരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ സമ്മതിച്ചു. അവിടെ ഉണ്ടായിരുന്ന കടത്തുകാരോടൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് നരഹരി ഠാക്കൂർ ഗംഗാ നദി കടന്ന് നിത്യാനന്ദ പ്രഭുവിന്റെ വീട്ടിൽ വന്നിട്ട് അഭിരാം ഗോപാല ഠാക്കൂറിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇവരെ അവിടെ കുഞ്ഞിനെയും കണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അഭിരാം ഠാക്കൂർ ഗംഗാ നദി അക്കരെ കടക്കാനായിട്ട് വന്നു. അപ്പൊ കടത്തുകാർ വരുന്നവരോടൊക്കെ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അഭിരാമാണോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ആൾക്കാരെയൊക്കെ ഇക്കരയ്ക്ക് കടത്തുന്നത്. അങ്ങനെ അഭിരാം ഗോപാല ഠാക്കൂർ വന്നപ്പോഴും ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ആരാണ്? അപ്പൊ അഭിരാമിനെ അറിയാം, എന്നെ ഇവരെ അക്കരയ്ക്ക് കടത്തില്ല, ഇത് നരഹരി ഠാക്കൂറിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ വേലയാണ് എന്ന് മനസ്സിലായി. അപ്പം പറഞ്ഞു, അപ്പൊ എന്തുകൊണ്ടാണ് അഭിരാം ഗോപാല ഠാക്കൂർ വന്ന നിങ്ങൾ അക്കരയ്ക്ക് കിടക്കാത്തത് എന്തുകൊണ്ട്? അപ്പൊ പറഞ്ഞു, നിത്യാനന്ദ പ്രഭുവിന്റെ കുറച്ച് കുട്ടികൾ മരിച്ചിട്ട് ഇപ്പൊ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്. ഇനി അഭിരാം ഗോപാല ഠാക്കൂർ വന്ന ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അവർ മരിച്ചു പോകും, ആ വിഷമം അവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭുവും നരഹരി ഠാക്കൂർ ഇപ്പൊ പോയിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അഭിരാം ഗോപാല ഠാക്കൂർ എന്ന പേരുള്ള ആള് വന്നാല് ഒരു കാരണവശാലും അക്കരയ്ക്ക് കടത്താൻ പാടില്ല. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു സംശയം, നിങ്ങൾ അഭിരാം ഗോപാല ഠാക്കൂറെ ആണ് എന്ന് തോന്നുന്നു. അഭിരാം ഗോപാല ഠാക്കൂർ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ കടത്തുകാരെന്തോ ചെയ്തതെന്ന് വെച്ചാല് അവരുടെ ആ വഞ്ചിയില് ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് ഗംഗാ നദിയിൽ മുക്കിയിട്ടു ഈ വഞ്ചി ബോട്ടുകളും എല്ലാം. അപ്പൊ പിന്നെ എങ്ങനെ അക്കരയ്ക്ക് കിടക്കും? അഭിരാം ഠാക്കൂർ ഒന്നും മിണ്ടാതെ വീട്ടിൽ വന്നിട്ട് കുറെ തുണി എടുത്തു കൊണ്ടുവന്ന് അത് വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് ആ തുണിയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് ഗംഗാ നദി കടന്നു. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. അഭിരാം ഗോപാലിന്റെ ആ പൊട്ടൻസി, ആ പവർ കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായി. ഇക്കര കടന്നു. അപ്പോഴേക്കും നിത്യാനന്ദ പ്രഭുവിന്റെ വീട്ടിൽ വിവരം എത്തി, അഭിരാം ഗോപാല ഠാക്കൂർ ഗംഗാ നദി കടന്നു, ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്ന്. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്യും? തന്റെ സഖാവാണ്, ഇല്ലേ, കൂട്ടുകാരനാണ്, സ്വീകരിക്കാതിരിക്കാനും പറ്റില്ല.
അപ്പൊ അത് തന്നെയുമല്ല, വീരചന്ദ്രൻ എന്നാണ് കുട്ടിയുടെ പേര്. വീരചന്ദ്രൻ എന്ന് പറഞ്ഞാല് വിഷ്ണു, മഹാവിഷ്ണു തന്നെയാണ് വീരചന്ദ്ര പ്രഭുവായിട്ട് ജനിച്ചിരിക്കുന്നത്. അത് നിത്യാനന്ദ പ്രഭുവിന് അറിയാം. അപ്പൊ ജാനവി മാതയും വസുധയും എന്താ ചെയ്യുന്നത്, അവർക്ക് സങ്കടമായി, അവര് കരയാൻ തുടങ്ങി. ഒരു കാരണവശാലും അഭിരാം ഗോപാല ഠാക്കൂറിനെ വീട്ടിനകത്തേക്ക് കയറ്റാൻ പാടില്ല എന്ന്. അപ്പം നിത്യാനന്ദ പ്രഭു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, അവൻ വന്ന് കണ്ടോട്ടെ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് നിത്യാനന്ദ പ്രഭു അവിടെ ഉള്ളവരെയൊക്കെ കൂട്ടി അഭിരാം ഗോപാല ഠാക്കൂറിനെ സ്വീകരിക്കാനായിട്ട് പോയി. തിരുനാമം ജപിച്ചുകൊണ്ട് മൃദംഗവും കരതാളവും ഒക്കെ ആയിട്ട് കീർത്തനം ചെയ്തുകൊണ്ട് അഭിരാം ഗോപാല ഠാക്കൂറിനെ സ്വീകരിക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന വീട്ടില് ഇരുത്തി സംസാരിച്ചു. അപ്പൊ അഭിരാം ഗോപാല ഠാക്കൂർ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തരണം. അപ്പം നിത്യാനന്ദ പ്രഭു ഉടൻ തന്നെ പ്രസാദം വിളമ്പാനായിട്ട് അഭിരാം ഗോപാല ഠാക്കൂറിനെ ഇരുത്തി പ്രസാദം വിളമ്പി കൊടുത്തു. വിളമ്പി അദ്ദേഹം കഴിച്ചുകൊണ്ടേയിരുന്നു. കഴിക്കും തോറും പറഞ്ഞു, എത്ര രുചിയുള്ള പ്രസാദമാണ്, ഞാൻ ഇത്ര രുചിയുള്ള പ്രസാദം ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഇനി കൊണ്ടുവരൂ, ഇനി കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ കൊണ്ട് വിളമ്പിച്ചു കൊണ്ടേയിരുന്നു. ഇദ്ദേഹം കഴിച്ചു കൊണ്ടുവരും. അപ്പം നിത്യാനന്ദ പ്രഭു അടുക്കളയിൽ ഒന്ന് നോക്കിയ പാത്രമൊക്കെ കാലിയാണ്. അപ്പം നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നീ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നീ ഉണ്ട് ആൾക്കാർ, അവർക്കൊക്കെ ഞാൻ എന്തു കൊടുക്കും? അപ്പൊ അഭിരാം ഗോപാല ഠാക്കൂർ പറഞ്ഞു, ഞാനൊരു ഗോപാലനാണ്. ഗോപാലന്മാർക്ക് ഭക്ഷണത്തിന് നിയന്ത്രണം ഇല്ലെന്നറിയില്ല, അവരെന്ത് കിട്ടിയാലും എപ്പോ കിട്ടിയാലും അവര് കഴിക്കും. ഞാനൊരു ഗോപാലനായകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്, അതിൽ നീ വിഷമിക്കുന്നത് എന്താ, നീ അടുക്കളയിൽ പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ നിത്യാനന്ദ പ്രഭു അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ എല്ലാ പാത്രങ്ങളിലും നിറയെ പ്രസാദം ഇരിക്കുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് വളരെയധികം സന്തോഷമായി. അപ്പൊ അഭിരാം ഗോപാല എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി എല്ലാവർക്കും നീ പ്രസാദം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകി വന്നിരുന്നു. അദ്ദേഹത്തിന് സംസാരിച്ചുകൊണ്ട് നിത്യാനന്ദ പ്രഭു അടുത്തിരുന്നു. ജാനവമാതയും വസുതയും അവിടെ ഉള്ളവർക്കൊക്കെ പ്രസാദം വിളമ്പി കൊടുത്തു. എല്ലാവരും സന്തോഷത്തോടെ പ്രസാദം കഴിച്ചു. അപ്പൊ കുഞ്ഞിനെ കാണണേ, എവിടെ നിന്റെ കുട്ടി എന്ന് ചോദിച്ചപ്പോ നിത്യാനന്ദ പ്രഭു സന്തോഷത്തോടെ വീരചന്ദ്ര പ്രഭുവിനെ എടുത്തുകൊണ്ടുവന്ന് അഭിരാം ഗോപാലിന്റെ മുൻപില് കാണിച്ചു. പക്ഷെ വീരചന്ദ്ര പ്രഭുവിന് ഒന്നുമേ സംഭവിച്ചില്ല. വീണ്ടും 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 അഭിരാം ഗോപാല ശിശുവിനെ കയ്യിലെടുത്തു. പക്ഷെ ഒന്നുമേ സംഭവിച്ചില്ല. കാരണം അത് വിഷ്ണു തത്വമാണ്, മഹാവിഷ്ണുവാണ് വീരചന്ദ്ര പ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശിശുവിന് ഒന്നുമേ പറ്റിയില്ല. ഇതുപോലെ ഗോപാല ഗുരു, നമുക്കറിയാം പുരിയിലെ ഞാൻ ഇതൊക്കെ കഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ഗോപാല ഗുരുവിന്റെ കഥയും ഞാൻ പറഞ്ഞതാണ്. നമ്മള് ഗംഭീരയിൽ ചെന്നാല് ഗംഭീരയുടെ വാതിൽക്കലേക്ക് നമ്മൾ കയറുമ്പോളെ അവിടെ അൾട്ടറിന്റെ മുൻപില് നമുക്ക് കാണാം ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, ഗോപാല ഗുരുവിന്റെ പ്രതിമ. ആ പ്രതിമയുടെ പ്രത്യേകതയൊക്കെ ഞാൻ പറഞ്ഞതാണ്, ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ഗോപാല ഗുരുവിനെ കാണാനായിട്ട് ഒരിക്കലും ഗംഭീരയില് അഭിരാം ഗോപാല ഠാക്കൂർ വന്നു. അപ്പൊ മഹാപ്രഭു എന്ത് വെച്ചെന്ന് വെച്ചാൽ, അന്ന് ഗോപാല ഗുരു ചെറിയ കുട്ടിയാണ്. അഭിരാം ഗോപാല് വരുന്നുണ്ട് എന്നറിഞ്ഞ് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു എന്ന് വെച്ചാല് മഹാപ്രഭുവിന്റെ മടിയിൽ കുട്ടിയെ എടുത്തു വെച്ച് മഹാപ്രഭു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. അഭിരാം ഗോപാൽ വന്നു, ഗോപാല ഗുരുവിനെ കണ്ടു. പക്ഷെ ഗോപാല ഗുരുവിന് മഹാപ്രഭുവിന്റെ സംരക്ഷണം കൊണ്ട് ഗോപാല ഗുരുവിന് ഒന്നുമേ സംഭവിച്ചില്ല. ഗോപാല ഗുരു മഹാഭക്തനായിട്ട് മാറുകയും ചെയ്തു. ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഒരിക്കലെ മാലിനി ദേവി അവരുടെ ഭവനത്തില് അഭിരാം ഗോപാലിനും മാലിനി ദേവിയും കൂടെ അവിടെ വൈഷ്ണവർക്ക് പ്രസാദം വിളമ്പുകയായിരുന്നു. അപ്പൊ വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും സ്ത്രീകളെ എപ്പോഴും തല മൂടിയിട്ടാണ് നടക്കുക, സാരി തുമ്പുകൊണ്ട്. അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളില് നമ്മൾ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട വ്യക്തികളൊക്കെ വരുമ്പോ അവരുടെ മുൻപില് തല മൂടിയിട്ട്, അല്ലാണ്ട് നമ്മളെ പോലെ ഇതേമാതിരി നിൽക്കില്ല അവരാരും. അവരൊക്കെ സാരി തുമ്പുകൊണ്ട് തല മറച്ചിട്ടാണ് നിൽക്കുക, മുഖം മറച്ചിട്ട്, മുഖം പകുതി മറയ്ക്കും, എന്നിട്ട് ഇവരുടെയൊക്കെ മുൻപിൽ വരിക പതിവുള്ളൂ. ഇന്നും ആചാരം അവരുടെ ഇടയിലുണ്ട്. അങ്ങനെ തല സാരി തുമ്പുകൊണ്ട് മറച്ചിട്ട് ഇവർക്കൊക്കെ പ്രസാദം വിളമ്പി കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് കാറ്റ് വീശിയപ്പോള് മാലിനി ദേവിയുടെ സാരിത്തുമ്പ് ശിരസിൽ നിന്ന് മാറിപ്പോയി, താഴേക്ക് സാരിത്തുമ്പ് ഊർന്ന് താഴേക്ക് ഇറങ്ങി. അപ്പൊ
ഇവർക്ക് കറികൾ വിളമ്പുകയാണ്. അപ്പൊ ഒരു കയ്യിൽ പാത്രമുണ്ട്, ഒരു കയ്യിൽ വിളമ്പുന്ന കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൈ കൊണ്ട് സാരി തുമ്പ് വീണ്ടും എടുത്തിടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും കണ്ടു, മാലിനി ദേവിയുടെ മുഖം എല്ലാവരും കണ്ടു. അതിസുന്ദരിയാണ്. സാക്ഷാൽ എന്താ പറയുക, ഓ, ദേവസ്ത്രീകള് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ അതിസുന്ദരിയാണ് മാലിനി ദേവി. അപ്പൊ മാലിനി ദേവിക്ക് അല്പം ലജ്ജ തോന്നി. അപ്പൊ പെട്ടെന്ന് തന്നെ മാലിനി ദേവിയുടെ രണ്ട് കൈയുടെയും പിറകിൽ നിന്നും മറ്റ് രണ്ട് കൈ വന്നിട്ട്, അപ്പം 4 കൈയായി. ആ കൈ വന്നിട്ട് സാരി തുമ്പ് വീണ്ടും പഴയതുപോലെ ശിരസിലേക്കിട്ട് മൂടി മുഖം പകുതി മറച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ദിവ്യ സ്ത്രീയാണ്, ഇതൊരു സാധാരണ സ്ത്രീ അല്ല എന്ന് അവിടെ ഇരുന്നവർക്കൊക്കെ ബോധ്യമായി. അഭിരാം ഗോപാല ഠാക്കൂറിനെ പോലെ തന്നെ പൊട്ടൻസി മാലിനി ദേവിക്കും ഉണ്ടായിരുന്നു. അഭിരാം ലീലാമൃത എന്ന് പറയുന്ന ബുക്കില് അഭിരാം ഗോപാല ഠാക്കൂറിന്റെ ലീലകള് ധാരാളം അതില് വിവരിച്ചിട്ടുണ്ട്. ഇന്നും അഭിരാം ഗോപാല ഠാക്കൂറിന്റെ പിൻഗാമികള് ഹൂഗ്ലി ജില്ലയിലെ ബാങ്കുര ഹൂഗ്ലിയിലും ബാങ്കുര, കൃഷ്ണ നഗരത്തിലെ ബാങ്കുരയില്, അതുപോലെ തന്നെ വിഷ്ണുപൂർ, കോട്ടിലാപൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അഭിരാം ഗോപാല ഠാക്കൂറിന്റെ പിൻഗാമികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വളരെ ശാസ്ത്രങ്ങളിലൊക്കെ വളരെ പണ്ഡിതനായിരുന്നു അഭിരാം ഗോപാല ഠാക്കൂർ. അദ്ദേഹം കീർത്തനത്തിൽ 2-3 ദിവസങ്ങൾ അദ്ദേഹം കീർത്തനത്തിലെ കണ്ടിന്യൂസ് ആയിട്ട് ഏർപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഭക്ഷണമില്ല, ഉറക്കമില്ല, അങ്ങനെ ഇരുന്ന് കീർത്തനം ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അസാമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അഭിരാം ഗോപാല ഠാക്കൂർ. ഒരിക്കല് മുകുന്ദദത്തയുടെ വീട്ടില് ചെല്ലും അഭിരാം ഗോപാല ഠാക്കൂർ. മുകുന്ദദത്തയുടെ മകനാണ് രഘുനന്ദന ആചാര്യ. രഘുനന്ദൻ ശ്രീ ചൈതന്യ ചരിതാമൃതത്തില് രഘുനന്ദനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മഹാപ്രഭു ചോദിക്കുന്നുണ്ട്, മുകുന്ദദത്തയും രഘുനന്ദന ആചാര്യനും കൂടി അവിടെ വരുമ്പം മുകുന്ദദത്തയോട് പറയും, നീയല്ല, നിന്റെ മകനാണ് ആചാര്യൻ എന്ന് പറയും. കാരണം എന്താന്ന് വെച്ചാല് മുകുന്ദദത്തയും മഹാഭക്തനാണ്, പക്ഷെ അച്ഛനെക്കാട്ടിലും ഭക്തി മകനാണ് എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു സൂചിപ്പിച്ചത്. രഘുനന്ദന ആചാര്യരുടെ കഥ നിങ്ങൾ ഒരു പക്ഷെ അറിയാമായിരിക്കും നിങ്ങൾക്ക്. അതായത് ലഡ്ഡുഗോപാൽ, നമ്മളെയൊക്കെ വീടുകളിൽ ലഡ്ഡുഗോപാൽ എടുത്ത് മിക്കവരും ലഡ്ഡുഗോപാലിനെ ആരാധിക്കാറുണ്ട്. ആ ലഡ്ഡുഗോപാലിന്റെ ഉത്ഭവം രഘുനന്ദന ആചാര്യരിൽ നിന്നാണ്. രഘുനന്ദനൻ കുട്ടിയായിരിക്കുമ്പോഴേ മഹാഭക്തനായിരുന്നു. അപ്പൊ മുകുന്ദദത്ത പുറത്തെവിടെയോ പോയപ്പോള് ഈ രഘുനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാന് പോകു കൊടുക്കുന്നത് നീ ചെയ്യണം, പൂജയൊക്കെ നീ ചെയ്യണം എന്ന്. അപ്പൊ മുകുന്ദദത്തയുടെ പത്നി പ്രസാദമൊക്കെ ഉണ്ടാക്കി രഘുനന്ദനെ ഏൽപ്പിക്കും ഭഗവാന് കൊടുക്കാനായിട്ട്. അപ്പൊ രഘുനന്ദനന് അവിടെ പൂജ ചെയ്തിട്ട് ഈ ഭോഗ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കും. അപ്പൊ രഘുനന്ദൻ എന്താണ് കരുതിയെന്ന് വെച്ചാല് കുട്ടിയല്ലേ, അപ്പം അറിയില്ല ഭഗവാന്റെ മുന്നിൽ വെച്ചാല് നമ്മൾ പറയും ലങ്കാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി, അതായത് ഭഗവാന്റെ എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് ആ കുട്ടിക്ക് അറിയില്ലല്ലോ. ഭഗവാന്റെ പ്രസാദം വീക്ഷിച്ചാൽ മതി ഭഗവാൻ അതിന്റെ രുചി മനസ്സിലാക്കാന് സ്വാദിക്കും. ആസ്വദിച്ച് ഭഗവാൻ കഴിക്കുന്ന ആ തൃപ്തി ഭഗവാൻ അനുഭവപ്പെടും എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടി എന്താ കരുതിയെന്ന് വെച്ചാല് പോകു കൊണ്ടുവച്ചിട്ട് ഭഗവാനെ വിളിച്ചു, കഴിക്കൂ കഴിക്കൂ എന്ന്. വന്നിത് കഴിക്കൂ കഴിക്കൂ എന്ന് കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഭഗവാൻ വരുന്നില്ല. അപ്പൊ രഘുനന്ദന് ഭയമായി. കാരണം ഭഗവാൻ ഇത് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുമ്പോ എന്നെ വഴക്കു പറയും, ഇല്ലേ? അച്ഛൻ വഴക്കു പറയും, ഞാൻ കൊടുക്കാഞ്ഞിട്ടാണ് കഴിക്കാത്തതെന്ന്. അങ്ങനെ കുറെ കുട്ടികൾ നിഷ്കളങ്കരാണ്, അവരുടെ ഭക്തി നിഷ്കളങ്കമാണ്, ഒട്ടും കാപട്യമില്ല. അപ്പൊ ശുദ്ധ ഭക്തിയാണ് അവർക്ക്. അപ്പൊ ഇങ്ങനെ കുറെ തവണ വിളിച്ചപ്പം ആ മൂർത്തിയിൽ നിന്നും ഭഗവാൻ പ്രകടമായിട്ട് വന്നിരുന്ന് രഘുനന്ദനിൽ നിന്നും ആ പ്രസാദം സ്വീകരിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച മൂർത്തിയിൽ അപ്രത്യക്ഷമായി. അപ്പൊ രഘുനന്ദന് വലിയ സന്തോഷമായി. അപ്പൊ പാത്രം കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ ചോദിച്ചു, എവിടെ പ്രസാദം? അപ്പൊ പറഞ്ഞത് ഭഗവാൻ കഴിച്ചു. അപ്പൊ അവരൊന്നും മിണ്ടില്ല. അവർക്ക് സംശയമുണ്ട്, ഇവൻ കഴിച്ചതാണ് എന്ന് സംശയം തോന്നിയെങ്കിലും
അവരൊന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ഇതേപോലെ പ്രസാദം ഉണ്ടാക്കി കൊടുക്കും. രഘുനന്ദൻ പൂജ ചെയ്യും. അത് കഴിഞ്ഞ് ഭോഗ് കൊടുക്കും. ഭഗവാൻ വന്നിരുന്ന് ആ പ്രസാദം ഭക്ഷിക്കും. ഇങ്ങനെ പതിവായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുകുന്ദദത്ത തിരികെ വീട്ടിലെത്തിയപ്പോൾ പത്നി മുകുന്ദദത്തയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ മുകുന്ദദത്തയ്ക്ക് സന്തോഷമാകും ഉള്ളില്ല. പക്ഷെ ഒരു സംശയം, ഇവൻ തന്നെയാണോ ഇത് ഭക്ഷിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ അടുത്ത ദിവസം മുകുന്ദദത്ത രഘുനന്ദനെ വിളിച്ചിട്ട് പറയും, ഇന്ന് എനിക്ക് വയ്യ, ക്ഷീണമുണ്ട്, യാത്ര കഴിഞ്ഞതല്ലേ, ഇന്ന് നീ തന്നെ ഭഗവാന് പ്രസാദം കൊടുക്കണം, പൂജയൊക്കെ ചെയ്യണം. ശരിയെന്നും പറഞ്ഞിട്ട് അമ്മ പ്രസാദം ഉണ്ടാക്കി കൊടുത്തു. രഘുനന്ദനെ അത് വാങ്ങി ഭഗവാന് മുൻപിൽ വെച്ചു. അപ്പൊ മുകുന്ദദത്ത ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പതിവ് പോലെ ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നിരുന്ന് അന്ന് ലഡുവാണ് കൊടുത്തത്. അപ്പം ലഡു പകുതി കുറച്ച് കഴിച്ചു. അടുത്തത് കഴിക്കാൻ വായിലെടുക്കുകയും മുകുന്ദദത്ത ഓടിച്ചെന്ന് ഭഗവാന്റെ കയ്യിൽ പിടിച്ചപ്പം ഭഗവാൻ അപ്രത്യക്ഷമായി. ആ പകുതി ലഡു കയ്യിൽ പിടിച്ചും കൊണ്ടാണ് അപ്രത്യക്ഷമായത്. അങ്ങനെയാണ് ഈ ലഡു ഗോപാലിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പം തന്റെ മകൻ തന്നെക്കാട്ടിലും ഭക്തി ഉണ്ടെന്നറിഞ്ഞിട്ട് മുകുന്ദദത്തയ്ക്ക് വളരെയധികം സന്തോഷമായി. താൻ ഇത്രയും വളരെ ഭക്തനായിട്ട് എന്റെ മുന്നിൽ ഭഗവാൻ പ്രകടമായില്ല, മകന്റെ മുന്നിൽ പ്രത്യക്ഷമായി. ഇപ്പൊ മകനെ ആലിംഗനം ചെയ്തു, മകനെ നമസ്കരിച്ചു മുകുന്ദദത്ത. അപ്പൊ അതിനെ കളിയാക്കിയാണ് മഹാപ്രഭു മുകുന്ദദത്തയോട് നമുക്ക് ചൈതന്യ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നിന്റെ മകനാണ് അച്ഛൻ, നീ മകനാണ് എന്ന് മഹാപ്രഭു കളിയാക്കുന്നുണ്ട് മുകുന്ദദത്തെ. അപ്പം ആ രഘുനന്ദനെ കാണാനായിട്ട് അഭിരാം ഗോപാല് മുകുന്ദദത്തയുടെ വീട്ടിൽ വരും. അപ്പം മുകുന്ദദത്ത കള്ളം പറയും, അവന് വിടില്ല, അവൻ പുറത്തു പോയിരിക്കുകയാണ്, പുറത്ത് കൂട്ടുകാരുമൊത്ത് കളിക്കുകയാണ്. സംഗതി ശരിയാണ്, കൂട്ടുകാരുമൊത്ത് കളിക്കുകയാണ്. പക്ഷെ ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കൊടുക്കില്ല. അഭിരാം ഗോപാല് ചോദിക്കും, അവൻ എവിടെയാണ്, ഞാൻ കണ്ടുപിടിച്ചോളാം, നിങ്ങളാരും ഭയപ്പെടണ്ട. അപ്പൊ പറഞ്ഞു, ഇല്ല, അവൻ ഞങ്ങൾ എവിടെയാ, കൂട്ടുകാരുമൊത്ത് എവിടെയാ പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. അഭിരാം ഗോപാലിന് മനസ്സിലാവുമെങ്കിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ അദ്ദേഹം മടങ്ങിപ്പോകും. അപ്പൊ ഈ വിവരം എങ്ങനെയോ രഘുനന്ദൻ അറിയും. അപ്പൊ രഘുനന്ദനൻ അഭിരാമിനെ അന്വേഷിച്ചിട്ട് പിന്നാലെ പോയി കണ്ടുപിടിച്ചിട്ട് അഭിരാം ഗോപാല് കാണും. രഘുനന്ദനെ ആലിംഗനം ചെയ്യും. അപ്പൊ രഘുനന്ദന് ഒന്നും സംഭവിക്കില്ല. രഘുനന്ദൻ ശുദ്ധഭക്തനാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്നിട്ട് കീർത്തനം ചെയ്തിട്ട് ഇവര് നൃത്തം ചെയ്യുമ്പോൾ ഈ രഘുനന്ദന്റെ കാലിലെ കാൽത്തള ഒരെണ്ണം ഊരി അവിടെ വീഴും. ആ വീണ സ്ഥലം ഒരു കുളമായിട്ട് മാറും. അത് നൂപുർ കുണ്ടെന്നറിയപ്പെടും. ഇന്നും ബംഗാളിലെ ആ സ്ഥലത്ത് ചെന്നാല് നൂപുർ കുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ കാൽത്തള വീണ സ്ഥലം അത് കാലിൽ നിന്ന് ഊരി തെറിച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി വീഴുകയാണ് ചെയ്തത്. അവിടെ കുണ്ടായിട്ട് മാറി. അതാണ് നൂപുര കുണ്ട്. അപ്പൊ അവരെ വളരെ നേരം അവിടെ നിന്ന് എക്സ്റ്റസിയോടെ നൃത്തം ചെയ്യുകയും ചെയ്തിട്ട് രഘുനന്ദനൻ വീട്ടിലേക്ക് വരും. അഭിരാം ഗോപാല് വന്ന വഴിയെ തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ രസകരമായിട്ടുള്ള ലീലകള് ധാരാളം ഉണ്ട് അഭിരാം ഗോപാലിൻ്റെത്. സാഖ്യരസത്തിലാണ് അഭിരാം ഗോപാല് ഭഗവാനെ ആരാധിച്ചിരുന്നത്. ഈ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിന് നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായിയാണെങ്കിലും നിത്യാനന്ദ പ്രഭുവിന്റെയും സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് അഭിരാം ഗോപാല ഠാക്കൂർ വഹിച്ചിട്ടുണ്ട്. ബംഗാളിലേക്ക് നിത്യാനന്ദ പ്രഭുവിനെ പറഞ്ഞു വിടുമ്പോൾ ഗദാധര പണ്ഡിറ്റും ഈ അഭിരാം ഗോപാലും കൂടിയാണ് ബംഗാളില് പ്രചരണം നടത്തുന്നത്. ഇതിലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ സ്ഥലത്ത് പോയി അഭിരാം ഗോപാലിന്റെ ആ ഠാക്കുറയുടെ ക്ഷേത്രം ഗോപിനാഥ ടെമ്പിളിൽ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എഴുതിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി അഭിരാം ഗോപാല ഠാക്കൂറിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ഇത് എഴുതി വെക്കണം.
അഭിരാം ഒന്നേന്നിട്ടിട്ട് അഭിരാം ഗോപാല ഠാക്കൂർ ശ്രീധാമ എന്ന് എഴുതി വെക്കണം. ഞാൻ പറയാം, കുറച്ചു പേരുടെ പേരുകൾ അതിൽ വരും. അപ്പൊ പറയുന്നത് ഒന്നൊന്നായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. അഭിരാം ഗോപാലിന്റെ ആ പൊട്ടൻസി കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം മഹാഭക്തനായിരുന്നു, പരമഭക്തനായിരുന്നു ഭഗവാന്റെ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു